മാധ്യമങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയൊരു വാർത്താ സംഭവമില്ല. തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കൂടിയാകുമ്പോൾ ആവേശത്തിനും താൽപര്യത്തിനും അതിലുണ്ടാവാത്തതും സ്വാഭാവികം മാത്രം. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ ആവേശം റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും എന്തിന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ നാം എല്ലാവരും അറിഞ്ഞതാണ്. എങ്കിലും ഇതിന്റെ പത്രഭാഷ്യം എങ്ങനെയിരിക്കുമെന്നറിയാൻ ഏവർക്കും കൗതുകമുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ വന്ന പത്രങ്ങൾ എല്ലാവരും ഓടിച്ചു നോക്കിയെന്നതിൽ ഒരു സംശയവുമില്ല. UDF-ന് തിരഞ്ഞെടുപ്പിൽ 102 സീറ്റ് കിട്ടിയതിനെ വിസ്മയം എന്ന് ഒന്നല്ല 3 പത്രങ്ങൾ വിശേഷിപ്പിച്ചു കണ്ടു. കേരള കൗമുദി പറഞ്ഞത് വിസ്മയ തരംഗം എന്നാണ്. വിസ്മയ തിര എന്നായിരുന്നു മനോരമയുടെ ശീർഷകം. മാതൃഭൂമിയാകട്ടെ ഇതാ വിസ്മയം എന്ന് പറഞ്ഞു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വിജയ് യാത്ര എന്നതായിരുന്നു ശീർഷകം. ഈ വിജയയാത്ര ആരുടേതാണ്? 3 സംസ്ഥാനങ്ങളിൽ 3 പേരുടെ വിജയയാത്രയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. തമിഴ്നാട്ടിൽ നടൻ വിജയ്, കേരളത്തിൽ കോൺഗ്രസ്, പശ്ചിമ ബംഗാളിൽ BJP. മുൻകാലങ്ങളിൽ വന്ന ശീർഷകങ്ങളുമായി ബന്ധപ്പെടുത്തി പോലും ഇത്തവണ ശീർഷകങ്ങൾ ഉണ്ടായിരുന്നു. 5 വർഷം മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നുമ്പോൾ അന്നത്തെ വാർത്തകളിലൊക്കെ കപ്പിത്താനെന്നും ക്യാപ്റ്റനെന്നും ഒക്കെ കണ്ടിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ ഒരു പത്രം എഴുതിയത് കപ്പൽ മുങ്ങി കേട്ടോ എന്നാണ്. ജനം വിധിച്ചു കടക്ക് പുറത്ത് എന്നായിരുന്നു കേരള കൗമുദിയുടെ എഴുത്ത്. 100-ലേറെ സീറ്റ് കിട്ടിയപ്പോൾ 100 എന്നൊരു ശീർഷകവുമായിട്ടാണ് മലയാള മനോരമ വന്നത്. 6 ഗോളടിക്കുമ്പോൾ 6 എന്നൊരു ശീലമുണ്ടല്ലോ, അതുപോലെ 100-ലേറെ കിട്ടിയപ്പോൾ 100. പത്രങ്ങളിൽ ലീഡ് ശ്രദ്ധിക്കുന്നതും രസകരമായ ഒരു കാര്യമായിരുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് ജനം മറുപടി നൽകി UDF. ഇതായിരുന്നു മലയാള മനോരമയുടെ ലീഡ്. മുഖപ്രസംഗത്തിന്റെ ശീർഷകവും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. LDF-ന്റെ കപ്പൽ ഛേദം എന്നായിരുന്നു കേരള കൗമുദി എഴുതിയത്. ജനം നടപ്പാക്കിയ കാവ്യനീതി എന്ന് മനോരമയിൽ കണ്ടു. അവിടെ ആ എഡിറ്റോറിയൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: എന്തൊരു മറുപടി എന്നാണ്. തിരഞ്ഞെടുപ്പിൽ നിന്നല്ല, ആര് എവിടെ പരാജയം നേരിട്ടാലും അവരെ നിർദ്ദയം കുത്തുന്ന രീതി പത്രങ്ങൾക്കുണ്ടെന്ന് പലരും പരാതി പറയാറുണ്ട്. മുൻപൊരിക്കൽ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ഒരു പത്രം എഴുതിയത് മിന്നൽ പിണറായി എന്നാണ്. ഇത്തവണ പരാജയത്തിന്റെ പഴിയെല്ലാം അദ്ദേഹത്തിന്റെ മേൽ ചാരുന്ന രീതിയിൽ ഒരു പത്രം എഴുതിയിരിക്കുന്നു പിന്നിൽ പിണറായി എന്ന്. തിരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വരുമ്പോൾ മുന്നിലാര് എന്ന ചോദ്യമാണ് പത്രങ്ങളിൽ കാണുക. എന്നാൽ ഭരണ നേതൃത്വം ആർക്കായിരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാതെ വന്നപ്പോൾ ഒരു പത്രം എഴുതി 3-ൽ-ആര്, അതായത് 3 സീനിയർ നേതാക്കൾ ആരായിരിക്കും നയിക്കുക എന്ന ചോദ്യം. ഇതേ കാര്യം മറ്റൊരു പത്രത്തിൽ വന്നത് ഹൈക്കമാൻഡ് വിയർക്കും എന്നാണ്. കാരണം ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് വിയർക്കുമെന്ന് ആദ്യമേ പത്രം പ്രവചിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ നിന്നും ഒരു സംശയമില്ല. ജനങ്ങളുടെ ഒരു സർക്കാർ വരുമ്പോൾ അതിനെ രാജഭരണവുമായി ബന്ധപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ ഫ്യൂഡൽ രീതിയിലുള്ള ശീർഷകങ്ങൾ നൽകി ഒക്കെ പൊലിപ്പിക്കുന്നത് ഇക്കാലത്ത് അത്ര നല്ല കാര്യമൊന്നുമല്ല. എന്നാൽ VD സതീശൻ എന്ന നേതാവ് 6ാം തവണ പറവൂരിൽ നിന്ന് ജയിച്ചപ്പോൾ ഒരു പത്രം എഴുതിയിരിക്കുന്നത് പറവൂരിന്റെ 6ാം തമ്പുരാനെന്നാണ്. കാലം മാറിയ കാര്യം ഇവരറിയുന്നില്ല. മധ്യപ്രദേശ് മുതൽ ഒഡീഷ വരെ ഒരു കടുവ ഏതാണ്ട് 800 കിലോമീറ്റർ നടന്നു എന്നൊരു വാർത്ത പത്രത്തിലുണ്ടായിരുന്നു. റോയൽ ബംഗാൾ ഇനത്തിൽപ്പെടുന്ന കടുവയാണ്. ആ വാർത്ത തുടങ്ങുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ്. ഏകാന്തതയുടെ 800 കിലോമീറ്റർ താണ്ടി ഒരു യാത്ര, നടന്ന സംഭവം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു സിനിമയുടെ പേരിനെ ഓർമ്മിപ്പിക്കുന്ന ശീർഷകം. എന്നാൽ ഇവിടെ നടന്ന എന്ന വാക്കിന് നൽകിയിരിക്കുന്ന നിറം കടുവയുടേതാണ്. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് 800 കിലോമീറ്റർ കടുവായാത്ര എന്നാണ്. ഒരു കടുവ യാത്ര ചെയ്താൽ കടുവയുടെ യാത്ര എന്ന് പറയാം, അതല്ല കടുവയാത്ര എന്നും പറയാം. ഇത്ര വാ തുറന്ന രീതിയിൽ കടുവായാത്ര എന്ന് പറയുന്നത് മലയാളത്തിന്റെ രീതിയല്ല. ലോക്സഭ എന്ന 2 വാക്ക് ചേർന്ന, അതായത് 4 അക്ഷരമുള്ള ആ ഒരു പ്രയോഗത്തെ 3 അക്ഷരമുള്ള ഒരു വാക്കായിട്ട് ചുരുക്കുന്ന ഒരു രീതിയെപ്പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏതാണ്ട് സോക്സ് എന്നൊക്കെ എഴുതുന്ന രീതിയിൽ കായും സായും കൂടെ ചേർത്ത് എഴുതുന്ന കാര്യം. ഇത് അക്ഷരങ്ങളുടെ വിന്യാസത്തിനിടയിൽ പറ്റിപ്പോകുന്ന ഒരു അബദ്ധമായിരിക്കാം. അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റുമ്പോൾ അത് തിരുത്തേണ്ടതാണല്ലോ ഒരു രീതി. പക്ഷെ അങ്ങനെ തിരുത്തുന്ന പതിവ് പല പത്രങ്ങളിലും ഇല്ല എന്ന് തോന്നുന്നു. ഇതാണ് സൗകര്യം എന്ന് വെച്ച് ആ രീതിയിൽ എഴുതി പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലെ ഒരു ചരമക്കോളത്തിൽ കണ്ട ഒരു പ്രയോഗം അത്ഭുതപ്പെടുത്തി. അവിടെ സ്പരേതൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പരേതൻ എന്ന വാക്കിന് തൊട്ടു മുമ്പ് ട്രാവൽസ് എന്ന വാക്ക് അവസാനിക്കുന്നുണ്ട്. ട്രാവൽസിന്റെ സായും പരേതന്റെ പായും കൂടെ ചേർന്നപ്പോൾ സ്പരേതനായ എന്ന് എഴുതിയിട്ടുണ്ട്. ഇക്കാര്യം കണ്ട് അത്ഭുതപ്പെട്ട് ആ പത്രത്തിലെ ഒരാളോട് ചോദിച്ചപ്പോൾ
അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ഇങ്ങനെയാണ്, ആരോട് പറയാൻ?